കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 70% പോളിംഗ്. 1428 ആകെ വോട്ടർമാരിൽ 997 വോട്ടുകൾ രേഖപ്പെടുത്തി. വാർഡ് പ്രതിനിധിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന KS രാജൻപിള്ള അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കരവാളൂർ സർക്കാർ LP സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. 2 ബൂത്തുകളിലായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് വോട്ടെണ്ണുക. ഉച്ചയോടെ ഫലങ്ങൾ പൂർണ്ണമായും അറിയുവാൻ കഴിയും. പുനലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് ഷീബ തോമസ് ആയിരുന്നു വരണാധികാരി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന S കല ഉപവരണാധികാരിയായിരുന്നു. UDF പ്രതിനിധിയായി B മായാദേവി, LDFിൻ്റെ അനൂപ് P ഉമ്മൻ, NDAയുടെ K അശോക് കുമാർ, DMKയുടെ റിനുരാജൻ കിഴക്കേക്കര, സ്വതന്ത്രനായി R അജയകുമാർ എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്.
DMK ആദ്യമായാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ജനവിധി തേടുന്നത്. സ്ഥാനാർത്ഥിമാർ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ചാണ് KS രാജൻപിള്ള വിജയിച്ചത്. തുടർന്ന് പഞ്ചായത്ത് ഉപാധ്യക്ഷനാകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും വോട്ടെടുപ്പിനെയും പറ്റി DMK സ്ഥാനാർത്ഥി പ്രതികരിക്കുവാനും തയ്യാറായില്ല. ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും വളരെ അധികം പോളിംഗ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വളരെ വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ നിശ്ചയമായും എൻ്റെ എല്ലാ വോട്ടർമാരും എന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും എന്നെ സഹായിച്ചതായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മത്സരിക്കുന്ന ഞാൻ ഈ പൊതുവിൽ സംഘടനയുടെ ഒരു ഇതുകൊണ്ടും പിന്നെ പഞ്ചായത്തിൻ്റെ ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് കൊണ്ടും നമുക്ക് 100% വിശ്വാസമുണ്ട്. എങ്ങനെ വന്നിരുന്നാലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കുമെന്ന് 100% വിശ്വാസമുണ്ട് എന്ന് മാത്രം പറയാം. വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഇപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയസാധ്യത ഉണ്ടെന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തിലാണ്. എല്ലാ സജീവ പ്രവർത്തകരും അനുഭാവികളും എല്ലാം ആത്മാർത്ഥമായി വർക്ക് ചെയ്തു. നമ്മളതിൽ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നത്. വിജയം നമുക്ക് സുനിശ്ചിതം എന്ന് തന്നെ പറയാം. വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നല്ല കൂട്ടായ പ്രവർത്തനമായിരുന്നു. RSP നേതാക്കളായാലും കോൺഗ്രസിൻ്റെ നേതാക്കളായാലും എല്ലാവരും കൂട്ടമായി ചേർന്ന് നല്ല പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി വിജയിച്ചാലും നിലവിൽ UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയിൽ മാറ്റമുണ്ടാകില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.